നിലവിലുള്ള പോലീസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണല്ലോ ഈ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. അത് അവർക്ക് പറ്റുമെങ്കിൽ അവർ ആ രീതിയിൽ തന്നെ അന്വേഷിക്കട്ടെ. നല്ല അന്വേഷണ ഏജൻസിയാണ്, അവരാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്. പക്ഷേ ആ അന്വേഷണത്തിന് ഇപ്പോൾ കാസർഗോഡ് ഇതിൽ പ്രതികളുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, ഇവിടെ കോഴിക്കോടുണ്ട്. കോഴിക്കോട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടപെടണമെന്നും അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് ഇതിൻ്റെ പരാതിയുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ ഇതിൻ്റെ ആക്ഷേപമുണ്ട്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി തന്നെ പറഞ്ഞു ഇതിനകത്ത് സംശയമുണ്ട് എന്ന്. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവിടെ 1.5 ലക്ഷത്തിലധികം കാർഡുകൾ നിർമ്മിച്ചു ഇങ്ങനെ കൃത്രിമമായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള അന്വേഷണ ഏജൻസിയാണ് അത് കൂടുതൽ വ്യക്തമാക്കേണ്ടത്. അവർ തന്നെ അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തുമെങ്കിൽ നമുക്ക് ആ അന്വേഷണത്തിൽ തൃപ്തിപ്പെടാം. അല്ലെങ്കിൽ ഒരു ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വരേണ്ടതുണ്ട്. അല്ല, കേരള പോലീസ് അന്വേഷിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അത് സുരേന്ദ്രനോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു, ഒരു തവണ റിമൈൻഡർ അയച്ചു. എന്നിട്ടും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ വന്നു. പക്ഷെ സുരേന്ദ്രൻ അന്ന് മുതൽ പറയുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി വരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും ഈ പ്രതികളെ പിടിക്കണം. ഇതൊരു ദേശദ്രോഹ സ്വഭാവമുള്ള കുറ്റമുണ്ട് ഇതിനകത്ത് എന്നുള്ളത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു ഉയർന്ന അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതുണ്ട്, പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത് ഈ നാടിനകത്ത് വലിയ വിപത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ നാടിനകത്ത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അല്ല, അത് കുറച്ചുകൂടി ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ടേ പറയൂ. ഇപ്പോഴത്തെ അന്വേഷണ ഏജൻസികളാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നു അവർ ഇതിനൊരു മറുപടി എന്നുള്ള നിലക്ക് അവർ പറയും. ഈ അന്വേഷണത്തെക്കുറിച്ച് അവർ ഒരു ബ്രീഫിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയും. ഞങ്ങൾ അന്നും ഇന്നും ഒക്കെ പറയുന്നത് ഇവിടെ അക്രമം ഉണ്ടാവരുത്. അങ്ങനെ ഒരു അക്രമത്തിനോ അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വയുദ്ധത്തിനോ യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു തെരുവ് യുദ്ധത്തിനോ ഞങ്ങൾ എവിടെയും തയ്യാറായിട്ടില്ല. ഞങ്ങളതിന് തയ്യാറാവുന്നുമില്ല. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു, അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഒരു അക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇന്നിപ്പോൾ തെരുവിൽ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അവസാനം ടി വിയിൽ കാണുന്നത് എന്താ വെച്ചാൽ പിങ്ക് പോലീസിനെ പോലും തെരഞ്ഞു പിടിച്ചടിക്കുക, മണിക്കൂറുകളോളം തെരുവിൽ പോലീസിനെ അങ്ങോട്ട് ആക്രമിക്കുക, പോലീസ് എന്നിട്ടും സംയമനം പാലിക്കുക, എന്നിട്ട് അക്രമത്തിൽ നേതൃത്വം കൊടുക്കുക, എന്നിട്ട് സ്വയം തല തപ്പി നോക്കുക അടി കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പില്ല. അങ്ങനെ മഷിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും ഈ കേരളത്തിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്താനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളേതായാലും അതിനൊന്നുമില്ല. ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളത്. ഈ വരുന്ന 20-ാം തീയതി, ജനുവരി മാസം 20-ാം തീയതി കേന്ദ്ര അവഗണനക്കെതിരെ, റെയിൽവേ അവഗണനക്കെതിരെ, സാമ്പത്തിക ഉപരോധത്തിനെതിരെ, തൊഴിൽ നിഷേധത്തിനെതിരെ DYFI ഐതിഹാസികമായ പോരാട്ടത്തിനിറങ്ങുക. ഞങ്ങൾ യുവജനങ്ങളെ തെരുവിലിറക്കുക. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ അങ്ങ് തിരുവനന്തപുരം രാജ്ഭവൻ്റെ മുമ്പിൽ വരെ യുവജനങ്ങളെ ഞങ്ങൾ കണ്ണി ചേർത്ത് നിർത്തുക. അങ്ങനെ രാഷ്ട്രീയമായി BJPക്കും സംഘപരിവാറിനും അവരുടെ ഗവൺമെൻറ്റിനുമെതിരെയൊക്കെയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബംഗാളിൽ DYFIയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥകൾ നടന്നുകൊണ്ടിരിക്കുക. ആ ജാഥയ്ക്ക് നേരെ അക്രമം നടത്തുകയാണ് മറ്റു കക്ഷികളും അതുപോലെ പോലീസും ഒക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് എന്നില്ല, എല്ലായിടത്തും ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്.